ആയത്തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വടംവലിയിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇടയിലക്കാട് ബഡ്സ് സ്കൂളിൽ വീണ്ടും ആയ വിവാദം ഉടലെടുക്കുകയാണ്. ഇടയിലക്കാട് ബഡ്സ് സ്കൂളിലെ സന്നദ്ധ പ്രവർത്തക ജോലിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. അതേസമയം കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ കോടതിയിൽ പോയ ആയ സന്നദ്ധ സേവനത്തിന് താൽപര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ UDF ഭരണസമിതി നിയമിച്ച ആയയെ പിന്നീട് വന്ന LDF ഭരണസമിതി തഴഞ്ഞെന്ന പരാതി ഉയർന്നതോടെയാണ് ഇടയിലക്കാട് ബഡ്സ് സ്കൂളിൽ ആയ നിയമന വിവാദം ഉയർന്നു വന്നത്. 80% ശാരീരിക പരിമിതിയുള്ളതാണ് റൈഹാനത്തിനെതിരെ പോരായ്മയെ ചൂണ്ടിക്കാട്ടിയത് എന്നതായിരുന്നു ആക്ഷേപം. പരാതി ഉന്നയിച്ച ഉദ്യോഗാർത്ഥി റൈഹാനത്ത് അന്നത്തെ LDF ഭരണസമിതിക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ സ്വയം സന്നദ്ധയായി എത്തിയ നളിനി എന്ന ആയയാണ് ഇപ്പോൾ ജോലിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഇതോടെ പഴയ ആയ ഉദ്യോഗാർത്ഥി റൈഹാനത്തിന്റെ അപേക്ഷ വീണ്ടും UDF ഭരണസമിതിക്ക് മുന്നിലെത്തി. സ്വയം സന്നദ്ധയായി പ്രവർത്തിക്കാൻ താൽപര്യം അറിയിച്ചുകൊണ്ടാണ് കത്തു നൽകിയിരിക്കുന്നത്. ഇതോടെ വലിയപറമ്പ പഞ്ചായത്തിലെ LDF UDF വടംവലി വീണ്ടും ചർച്ചയാവുകയാണ്. റൈഹാനത്ത് കോടതിയിൽ നൽകിയ പരാതിയിൽ അന്തിമവിധി വരാതെ ആയ നിയമനം നടത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രതിഫലം വാങ്ങാതെ സന്നദ്ധ പ്രവർത്തകരെ ആയയായി പരിഗണിക്കേണ്ടി വരുന്നത്. അതിനിടെ ആയയില്ലാതെ ഒരു ദിവസം ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തു. TCN ന്യൂസ്, തൃക്കരിപ്പൂർ.